ഇന്നത്തെ കാലത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ മുൻകാലങ്ങളിൽ മണ്ണ് എല്ലാ രീതിയിലുള്ള മറ്റുള്ള സൂക്ഷ്മ മൂലകങ്ങളും ചെടിക്ക് വളരാൻ വേണ്ടുന്ന ജൈവ ജീവാണു വസ്തുക്കളും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇത്ര മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല വിളവ് തരുമായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മണ്ണിലത്തെ കുറവ് ഉള്ള മൂലകങ്ങളുടെ എണ്ണം കൂടി. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നത് വിട്ടിട്ട് മണ്ണിൽ കാൽഷ്യം കുറവാണ്, മഗ്നീഷ്യം കുറവാണ്, സൾഫർ കുറവാണ്, സിങ്ക്, ബോറോൺ, അയൺ, കോപ്പർ വരുന്ന എല്ലാ വിധങ്ങളായ മൂലകങ്ങളും കുറഞ്ഞു. ഇനിയുള്ള കൃഷിയിൽ സമീകൃതമായിട്ടുള്ള രീതിയിൽ ഒരു വളം കൊടുത്തില്ല എങ്കിൽ നൈട്രജനോ ഫോസ്ഫറസോ പൊട്ടാഷ് മാത്രം കൊടുത്ത് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നൊരു വിളവിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമായിട്ട് ഇപ്പോൾ പല കമ്പനികളും കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ വളങ്ങൾ വിപണിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് 10 മൂലകങ്ങൾ ഗ്യാരണ്ടീഡ് ആയിരിക്കും. ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന 10 മൂലകങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള വളർച്ചയുടെ സ്റ്റേജ് അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന, വേരിന്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളമുണ്ട്. തണ്ട് ഇലയ്ക്കും വളർച്ച കൊടുക്കേണ്ട സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളമുണ്ട്. പൂവാകുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ, കായ ആയതിനു ശേഷം അതിന്റെ വലിപ്പം കൂട്ടാനും തൂക്കം കൂട്ടാനും അത് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് ഫാർമറെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഒന്നും ചേർക്കണ്ട. ആ ഒരു വളർച്ചാ സ്റ്റേജിൽ ചെടിയുടെ വളർച്ച പൂർത്തീകരിക്കാൻ എന്തെല്ലാം മൂലകങ്ങൾ ആവശ്യമുണ്ടോ ഇതെല്ലാം ചേർത്ത് R&Dയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകളാണത്. അങ്ങനെയുള്ളൊരു ടെക്നോളജി പ്രൊഡക്റ്റ് കൂടി ഇപ്പോൾ വിപണിയിലേക്ക് വരുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ കൃഷിയിലേക്ക് സമീപിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് മാക്സിമം ഉൽപ്പാദനം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യൂറിയ, പൊട്ടാഷ്, ഫോസ്ഫറസ് വളങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വിട്ടിട്ട് കുറച്ചുകൂടി മൂലക ലഭ്യത കൂടിയ ഒരു സെഗ്മെന്റിലേക്ക് ജനങ്ങൾ പരിചയപ്പെടണം. അത് ഉപയോഗിച്ച് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ തണ്ണിമത്തന്റെ നമ്മളുടെ ഈ ഷെഡ്യൂൾ പ്രകാരമുള്ള വളത്തിന്റെ ഒരു ഉപയോഗം എനിക്ക് തോന്നുന്നു അധികം എല്ലാവർക്കും ഈ തണ്ണിമത്തൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ പരിചിതമായി. പക്ഷെ വാഴയിലേക്ക് അത്ര കണ്ട് ആൾക്കാരായ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇനി അതും കൂടി കർഷകർ ഓരോരുത്തരും പരിചയപ്പെടണം എന്നാണ് പറയാനുള്ളത്. വാഴയിലേക്ക് വരാത്ത എൻ്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു തോന്നൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഴ എന്ന് പറയുന്നത് പുതിയൊരു കൃഷിയല്ല കേരളത്തിനെ സംബന്ധിച്ച്. തണ്ണിമത്തൻ എന്ന് പറയുന്നത് പുതിയൊരു കൃഷി രീതിയാണ് കേരളത്തില്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ കർഷകർക്ക് തന്നെ അറിവില്ലാത്തൊരു ഭാഗം തണ്ണിമത്തൻ കൃഷിയിലുണ്ട്. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടൊന്ന് അന്വേഷിക്കാനുള്ള താല്പര്യം അതുകൊണ്ടുണ്ട്. പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് വരുമാനം കിട്ടുന്നത് കൊണ്ടും മാക്സിമം ഇതിനെപ്പറ്റി അന്വേഷിച്ച് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുതലുണ്ട്. കർണാടക, തമിഴ്നാട് പോലുള്ള ഭാഗങ്ങളിൽ ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം വളരെ പ്രചാരം ഉള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊരു കാലത്ത് കേൾവിയില്ലാത്തതാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ. ഇന്ന് തണ്ണിമത്തൻ ചെയ്യുന്ന എല്ലാവരും ഈ നൂതന കൃഷി രീതിയിലേക്ക് എത്തി. അപ്പൊ ആ നൂതന കൃഷി രീതി അവലംബിച്ചു, നൂതന മാർഗങ്ങൾ ഇവർ ഉൾക്കൊണ്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന മാർഗങ്ങൾ എന്തെന്ന് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അത് നമ്മളുടെ ഇവിടെയും വിളവ് കൂടാൻ കാരണമായി. വാഴ കൃഷി പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷി ആയതുകൊണ്ട് ഇതിനകത്തേക്ക് പുതിയ അറിവുകൾ തേടാനോ പുതിയൊരു അപ്ഡേഷനോ കർഷകർ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രമിക്കുന്നില്ല. പൂർവികരായിട്ട് ചെയ്തു വന്ന ഒരു രീതിയുണ്ട്, എന്തിനു വേണ്ടി ഞങ്ങൾ അതിൽ നിന്നും മാറണം. അപ്പൊ മാറി ചിന്തിക്കുന്ന ഒരു തലമുറ ഇതിനെ പരീക്ഷണാടിസ്ഥാനത്തിലോ നിരീക്ഷണാടിസ്ഥാനത്തിലോ നോക്കി മനസ്സിലാക്കി ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കി വരുന്ന ഒരു തലമുറയിലേക്ക് എത്താൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സമയമെടുക്കും. തീർച്ചയായിട്ടും ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമ്മുടെ ആൾക്കാർക്ക് ബന്ധപ്പെടാനും അവരെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല രീതികളും മാറും. ചെലവ് വല്ലാതെ കുറയും, ആദായം കൂടും. ഒരു ജർമ്മൻ ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. ഈ വളത്തിലുള്ള ഒരു പ്രത്യേകത വരുന്നത് ഇതിന്റെ നീല നിറത്തിലുള്ള ഒരു ഗ്രാനുകൾ നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാനുളില് 10 ചെടിക്ക് വളർച്ചയ്ക്ക് വേണ്ടുന്ന 10 ഘടകങ്ങൾ ആ ഒരു തരിയുടെ ഉള്ളിലുണ്ട്. ഒരു തരിയുടെ ഉള്ളിൽ തന്നെ 10 മൂലകങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച കിട്ടേണ്ട ആഹാരങ്ങളെല്ലാം കിട്ടിയത് കൊണ്ട് ചെടിയുടെ വളർച്ച നല്ല വേഗത്തിലായിരിക്കും, നല്ല ആരോഗ്യത്തിലായിരിക്കും. അപ്പൊ ഇതിൽ ഒരു തരി എടുത്താൽ നമുക്ക് കിട്ടുന്ന മൂലകങ്ങൾ നൈട്രജൻ കിട്ടുന്നുണ്ട്, ഫോസ്ഫറസ്, പൊട്ടാഷ്, സൾഫർ, മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ, അയൺ, കോപ്പർ, മാംഗനീസ്. ഈ 10 ന്യൂട്രിയന്റ് ഇതിന്റെ ഒരു തരിയിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു വളം നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ വേറെ ഒരു വളവും നമ്മൾ ഉപയോഗിക്കേണ്ട. വാഴയ്ക്കാണെങ്കിൽ
തരി രൂപത്തിലും ഇതിനെ ഉപയോഗിക്കാം, വെള്ളത്തിൽ അലിയിച്ചിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. കാൽസ്യം ഇതിനകത്ത് ചേരുകയല്ല. ഈ കാൽഷ്യത്തിന് മാത്രമുള്ള ചോദിച്ചത് നല്ലൊരു കാര്യമാണ്. ഈ കാൽഷ്യം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാൽഷ്യത്തിന്റെ കൂടെ ഒരിക്കലും നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു മൂലകമാണ് ഫോസ്ഫറസ്. കാൽഷ്യവും ഫോസ്ഫറസും എപ്പോഴും റിയാക്ഷൻ ടെൻഡൻസി ഉള്ള മൂലകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കാൽഷ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കാൽഷ്യത്തിന്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒന്നുകിൽ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കാം, അതല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുക്കാം. ഈ രണ്ട് മൂലകങ്ങൾ മാത്രമേ ഈ കാൽഷ്യത്തിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഫോസ്ഫറസിനെ ചേർത്ത് കൊടുത്താൽ റിയാക്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇതിന് മുൻപായിട്ട് കാൽഷ്യം കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിന് ശേഷം കാൽഷ്യം കൊടുക്കുക മണ്ണിലേക്ക്. മണ്ണിൽ ഒരു 10 ദിവസത്തെ ഇടവേളകളിൽ നമ്മൾ ഉപയോഗിച്ചാൽ വേറെ പ്രോബ്ലംസ് നമുക്ക് ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ മണ്ണിൽ കൊടുക്കണം. അതിന് മണ്ണിൽ കൊടുക്കാൻ പറ്റുന്ന കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളം. ഗ്രാനുവൽ രൂപത്തിൽ വരുന്ന കാൽഷ്യം നൈട്രേറ്റ് ഉണ്ട്. ലിക്വിഡും ഒത്തിരി ഐറ്റങ്ങൾ വരുന്നുണ്ട്. കാൽഷ്യം ലിക്വിഡായിട്ടും വരുന്നുണ്ട്, ഗ്രാനുവലായിട്ടും വരുന്നുണ്ട്. ഞാനിപ്പോൾ കാൽഷ്യം നൈട്രേറ്റ് എന്നുള്ള പേര് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉള്ളതിൽ വില കുറഞ്ഞ ഒരു കാൽഷ്യത്തിന്റെ സോഴ്സ്. ഇവിടെ ഈ 1 കിലോ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇതിനെല്ലാം ഏതിനും ചെറിയ യൂണിറ്റിലേക്ക് വരുമ്പോൾ കോസ്റ്റ് കൂടുതലുണ്ടാവും. കാൽഷ്യം ബേസ് ചെയ്ത് വരുന്ന ആ ഒരു റേഞ്ചിൽ, കാരണം 18% കാൽഷ്യം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ആ ന്യൂട്രിയന്റിന്റെ ശതമാനം ഉള്ള വേറൊരു പ്രൊഡക്റ്റിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യണം. ചിലതിനകത്ത് 6% കാൽഷ്യം ഉള്ളതുണ്ടാവും, 10% ഉള്ളതുണ്ടാവും, 12% ഉള്ളതുണ്ടാവും. അപ്പൊ ആ 18% കാൽഷ്യം വരുന്നതിനെ ഒരിക്കലും നമ്മൾ അതിൽ കുറഞ്ഞ കാൽഷ്യം കമ്പോണന്റ് ഉള്ള പ്രൊഡക്റ്റിന്റെ വിലയായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അത് കുറഞ്ഞൊരു സോഴ്സ് ഒന്നും മാത്രം പറഞ്ഞൊന്നും കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, ഇത്രയും മൂലകങ്ങളെ കൊടുക്കാം. അതുകൂടാതെ നേരത്തെ ഈ പൊട്ടാഷ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് അത്ര കണ്ട് വളം ചെയ്യുന്നത് ശ്രദ്ധക്കുറവിൽ പോയി കഴിഞ്ഞാൽ, അളവ് കൂടിയാലോ തണ്ടിലോ ഇലയിലോ വീണാലോ വേരിന് മുട്ടിക്കടന്നു കഴിഞ്ഞാലോ വേരിനും തണ്ടിനും പൊള്ളലുണ്ടാക്കുന്ന രീതിയുണ്ട് വളത്തിന്. അപ്പൊ ഇതിനകത്ത് ഈ പൊട്ടാഷിന്റെ സോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് ഇതിനകത്തേക്ക്. അപ്പൊ ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചേർക്കുന്നത് കൊണ്ട് ഇത് തണ്ടിലോ ഇലയിലോ വീണാലോ മണ്ണിരയുള്ള ഭാഗത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലോ സെൻസിറ്റീവായിട്ടുള്ള റൂട്ടിൽ മുട്ടി നിന്നാൽ പോലും സ്കോർച്ചിങ് എന്ന് പറഞ്ഞ പ്രശ്നം നിങ്ങൾക്ക് വരികയില്ല. മണ്ണിരയുള്ള ഭാഗത്ത് ഉപയോഗിച്ചാലും പിറ്റേ ദിവസം മണ്ണിര അവിടെ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 97% ഇത് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. ഒരു 3% സെഡിമെന്റ്സ് ഉണ്ടാവും. 97% പറ്റും. ഇത് ട്രിപ്പിൽ ഉപയോഗിക്കാം, ഡ്രഞ്ചിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഫോളിയർ ഗ്രേഡ് അല്ല, പക്ക സോയിൽ ഗ്രേഡ് ആണ്. മണ്ണിൽ കലക്കി ഒഴിക്കുക, ഒരിക്കലും നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഒരു ഗ്രേഡിൽപ്പെട്ട വളമല്ല. അത് മനസ്സിൽ വെക്കുക. ഇത് വാഴയ്ക്കും പച്ചക്കറികൾക്കും എല്ലാം കൊടുക്കാം. പച്ചക്കറികൾക്കാണെങ്കിൽ 1 കിലോ 100 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം.